ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് മണ്ണന്തല കൂടത്തുങ്കൽ ബീന മാത്യുവിനെയാണ്. ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ കൂടുതൽ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടി വിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ടീച്ചറിനെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. ടീച്ചറിൻ്റെ ബാല്യകാലം ഒന്ന് ഓർത്ത് പറയാമോ? ഞാൻ കട്ടപ്പന അടുത്തുള്ള ഇടുക്കി ജില്ലയിലെ വലിയ തോവാള എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. മുത്തോലിൽ എന്നാണ് എൻ്റെ വീട്ടുപേര്. എൻ്റെ ഫാദർ മാത്യു, അമ്മ മേരി. ഞങ്ങൾ 8 കുട്ടികളാണ്. ഞാൻ 7ാമത്തെ ആളാണ്. ബാല്യകാലം മുതലേ എന്നും തന്നെ പള്ളിയിൽ പോകാൻ ശ്രമിച്ചിരുന്ന ആളായിരുന്നു. നോമ്പൊക്കെ എടുക്കുകയും പള്ളിയിൽ പോവുകയും ചെയ്തിരുന്നു. അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പം കുഞ്ഞിലെ തൊട്ട് ഈശോയും മാതാവിനെയൊക്കെ ഒരുപാട് സ്നേഹിച്ച് വളർന്നു വന്ന ഒരാളാണ്. ഇപ്പോഴും ഒരുപാട് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. എത്രമാത്രം ആയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ടീച്ചർ പഠിച്ച സ്കൂള് ഞാൻ വലിയ തോവാള ക്രിസ്തുരാജ് ഹൈസ്കൂളിലാണ് 8ാം ക്ലാസ് വരെ പഠിച്ചത്. അതിനുശേഷം 9ഉം 10ഉം കട്ടപ്പന സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. കോളേജ് ഞാൻ നാട്ടിൽ തന്നെ പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്. പിന്നീട് കല്യാണത്തിന് ശേഷമാണ് PG മലയാളം പഠിച്ചത്. ഇവിടെ തിരുവനന്തപുരത്താണ് പഠിച്ചതൊക്കെ. ടീച്ചറിനെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നത് ടീച്ചർ ഗാനരചന രംഗത്തും അതുപോലെ സ്കിറ്റുകൾ, കവിതകൾ, ഇങ്ങനെ എഴുത്ത് വഴികളിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ഇതിനുള്ള പ്രചോദനം എന്താണ്? ഞാൻ കുഞ്ഞുനാൾ തൊട്ട് ഒരുപാട് വായിക്കുന്ന ആളായിരുന്നു. എൻ്റെ ഫാദർ നന്നായിട്ട് വായിക്കും. ഫാദറിൻ്റെ വീട്ടുകാരെല്ലാവരും നന്നായിട്ട് വായിക്കും. അപ്പോൾ എനിക്ക് കുഞ്ഞിലെ തൊട്ട് എഴുതാനൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നീട് ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് കഥകളൊക്കെ എഴുതും. പക്ഷെ അതൊന്നും എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 9ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേനും എനിക്കൊരു ചേച്ചിയുണ്ട്, സിസ്റ്റർ ചേച്ചിയാണ്. ചേച്ചിയുടെ അടുത്ത് പോയി നിന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു 2 വർഷം, 4 വർഷം പഠിച്ചു. അപ്പോൾ ആ സമയത്ത് ചേച്ചി എനിക്ക് ഒരുപാട് പ്രചോദനം എഴുതാനൊക്കെ ആയിട്ട് ഒരുപാട് മത്സരങ്ങൾക്കൊക്കെ ചേർത്ത് ഒരു സമ്മാനമൊക്കെ കിട്ടി. പിന്നീട് എനിക്ക് മലയാളത്തോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു വായിക്കാനൊക്കെ ആയിട്ട്. അതിന് ശേഷം അത്യാവശ്യമൊക്കെ എഴുതി തുടങ്ങിയെങ്കിലും ഞാൻ അങ്ങനെയൊന്നും പ്രസിദ്ധീകരിച്ചിരുന്നൊന്നുമില്ല. പിന്നെ വിവാഹത്തിന് ശേഷം ഹസ്ബൻഡ് നന്നായിട്ട് എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കും, സഹായിക്കാനൊക്കെ ആണല്ലോ. എല്ലാം സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോഴൊക്കെ എല്ലാത്തിനും കൂട്ടുവരുകയും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോഴും എഴുത്തിൻ്റെ രംഗത്തിൽ അമ്മ, പിന്നെ ചേച്ചി, പിന്നെ ഒരു ആൻറ്റി ഉണ്ട്. ആൻറ്റി നന്നായിട്ട് പ്രചോദനമാണ്. പിന്നെ ഹസ്ബൻഡ്, മക്കൾ 2 പേരും അവരെല്ലാം പ്രോത്സാഹനം മാത്രമേ തരുന്നുള്ളൂ. അപ്പം യൂട്യൂബിലൊക്കെ ആദ്യം 1-2 വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പം പിന്നെ അത് കൊള്ളാവില്ല എന്ന് തോന്നി. അങ്ങനെ പിന്നെ എത്ര എഴുതി വന്നാലും ഇപ്പോഴും കൂടുതലായിട്ടും ക്രിസ്തീയതയിലേക്കാണ് കൂടുതൽ എഴുതാനായിട്ട് ആഗ്രഹം. ബാക്കി എന്തെഴുതി വന്നാലും ഇപ്പോഴും ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും എഴുതണമെന്നുള്ളൊരു തോന്നലാണ് കൂടുതലായിട്ട് വരുന്നത്. ടീച്ചർ ഇപ്പോൾ എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട്? ഞാനിപ്പോൾ ഏകദേശം പാട്ടുകൾ കുറവാണ്. എല്ലാം കൂടെ ചേർത്ത് ഒരു 10-35 വീഡിയോസാണ് ചെയ്തിരിക്കുന്നത്. കരുണതൻ കടലേ, എൻ ജീവകാതലേ, കാൽവരി മലയിൽ ഒഴുകിയിറങ്ങിയ തിരുരക്ത കടലേ, എന്നേശുവേ, തിരുരക്ത കടലേ, എന്നേശുവേ. കരുണതൻ കടലേ, എൻ ജീവകാതലേ, കാൽവരി മലയിൽ ഒഴുകിയിറങ്ങിയ തിരുരക്ത കടലേ, എന്നേശുവേ, തിരുരക്ത കടലേ, എന്നേശുവേ. ആരാധന അങ്ങേക്കാരാധന, പാപ പരിഹാരന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, പാപ പരിഹാരന അങ്ങേക്കാരാധന.
ചുഴികളിലെൻ മനം ഉഴറുമ്പോൾ നാഥ വന്നണയൂ. ലോകമാം സാഗരത്തിൻ ചുഴികളിലെൻ മനം ഉഴറുമ്പോൾ നാഥ വന്നണയൂ. പാപത്തിൻ മാമരത്തിൽ ഞാനേറുമ്പോ പിതൃസ്നേഹമേകി എന്നെ നീ വിളിക്കൂ. പാപത്തിൻ മാമരത്തിൽ ഞാനേറുമ്പോ പിതൃസ്നേഹമേകി എന്നെ നീ വിളിക്കൂ. പിതൃസ്നേഹമേകി എന്നെ നീ വിളിക്കൂ. ആരാധന അങ്ങേക്കാരാധന പാപപരിഹാരന അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന പാപപരിഹാരന അങ്ങേക്കാരാധന. ആത്മാവിലുണങ്ങാത്ത മുറിവുകളാൽ മനം തളർന്നിടുമ്പോൾ നാഥ കൃപയേകണേ. ആത്മാവിലുണങ്ങാത്ത മുറിവുകളാൽ മനം തളർന്നിടുമ്പോൾ നാഥ കൃപയേകണേ. ബന്ധനങ്ങൾ ഞെരുക്കിടുമ്പോ സൗഖ്യത്തിൻ കരം നാഥ നീട്ടണമേ. രോഗത്തിൻ ബന്ധനങ്ങൾ ഞെരുക്കിടുമ്പോ സൗഖ്യത്തിൻ കരം നാഥ നീട്ടണമേ. സൗഖ്യത്തിൻ കരം നാഥ നീട്ടണമേ. കരുണതൻ കടലേ എൻ ജീവകാതലേ കാൽവരി മലയിൽ ഒഴുകിയിറങ്ങിയ തിരുരക്തക്കടലേ എന്നേശുവേ. തിരുരക്തക്കടലേ എന്നേശുവേ. കരുണതൻ കടലേ എൻ ജീവകാതലേ കാൽവരി മലയിൽ ഒഴുകിയിറങ്ങിയ തിരുരക്തക്കടലേ എന്നേശുവേ. തിരുരക്തക്കടലേ എന്നേശുവേ. ആരാധന അങ്ങേക്കാരാധന പാപപരിഹാരന അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന പാപപരിഹാരന അങ്ങേക്കാരാധന. ടീച്ചർ ഏത് സ്കൂളിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ നാലാഞ്ചിറ സർവോദയ സെൻട്രൽ വിദ്യാലയയിലാണ്. CBSE സ്കൂളാണ്. 25 വർഷത്തോളമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. അവിടെ എനിക്ക് ഒരുപാട് അവസരങ്ങൾ സ്കിറ്റ് ചെയ്യാനും പിന്നെ പാട്ടുകളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് കിട്ടാറുണ്ട്. സ്കൂളിൽ നിന്നും നല്ല പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. ദേവാലയവുമായി ചേർന്ന് നിന്ന് ചെയ്യുന്ന ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? ദേവാലയത്തിൽ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാനും ഹസ്ബൻഡും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും വർഷങ്ങളായിട്ടുണ്ട്. ഇപ്പം അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ദേവാലയത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളൊക്കെ വരുമ്പം അതിനോടനുബന്ധിച്ച് സ്കിറ്റുകൾ, പിന്നെ ദേവാലയത്തിൻ്റെ ആന്തം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു ആത്മീയ രംഗത്ത് നിലനിൽക്കുമ്പോഴും വചനത്തോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുമ്പോഴും കുഞ്ഞുങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നത്? വചനത്തോട് എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഈ വാട്സാപ്പ് തുടങ്ങിയ കാലം തൊട്ട് ഞാൻ വചനം ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അതെനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അതിലൂടെ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ വചനം അയച്ചു കൊടുക്കുമ്പോൾ ഒരു ദിവസം വചനം അയക്കാതിരുന്നാൽ ഒത്തിരി ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ എന്നെ നേരെ വിളിച്ചിട്ട് എന്താ ഇന്ന് വചനം അയക്കാത്തത്. അപ്പോൾ എനിക്ക് ഇവർക്ക് പോലും വചനത്തോട് ഇത്രമാത്രം ദാഹമുണ്ടല്ലോ എന്ന് വിചാരിക്കും. ഒരു ദിവസം ഒരു പേരൻറ്റ് രാവിലെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ടാണ് വിളിച്ചത്, ഇന്ന് ടീച്ചർ അയച്ച വചനം എൻ്റെ ജീവിതത്തെ ഒരുപാടങ്ങ് സ്വാധീനിച്ചെന്നും പറഞ്ഞ്. അപ്പം ഞാൻ ഓർത്ത് നമ്മൾ ചെയ്യുന്ന ഒരു നിസ്സാര പ്രവൃത്തിയാണ്, പക്ഷേ അത് ഒത്തിരി ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷം. അതുകൊണ്ട് ഇപ്പോൾ അത് ഒത്തിരി ദിവസവും മുടങ്ങാതെ കുറേ വർഷങ്ങളായിട്ട് വചനം വാട്സാപ്പ് വഴിയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് വചനത്തിലൂടെയൊക്കെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. പിന്നെ ജീവിതത്തിൽ നമ്മുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവരൊരുപാട് വിശ്വാസത്തിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആത്മീയ രംഗത്ത് നിലനിൽക്കുമ്പോൾ നമ്മൾ ശുശ്രൂഷകളിലായിരിക്കുമ്പോഴും ഒത്തിരി ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ ടീച്ചറിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു അനുഭവം പങ്കുവയ്ക്കാമോ? എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് വചനത്തിൽ നിന്ന് തന്നെ. എനിക്ക് എപ്പം എന്ത് കാര്യം ചോദിച്ച് വചനം എടുത്താലും എനിക്കതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ദൈവം തരാറുണ്ട്. എനിക്ക് വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്ന പണ്ട് മോള് ചെറുതായിരുന്നപ്പോഴൊരു 4-6 മാസമായപ്പോഴാണ് അവൾ മാമോദീസ നടത്തിയത്. ഞങ്ങൾ നാട്ടിൽ നടത്താനാണ് തീരുമാനിച്ചത്. ആ സമയത്ത് ഞങ്ങൾക്ക് കാറില്ലായിരുന്നു, അപ്പം ഞങ്ങൾ ബസ്സിലായിരുന്നു പോയി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മാമോദീസ നാട്ടിൽ എല്ലാവരോടും പറഞ്ഞു, മാമോദീസയുടെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അതിൻ്റെ തലേ ദിവസം ഇപ്പോൾ മോൾക്ക് നല്ല ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എങ്ങനെ ഇപ്പോൾ യാത്ര ചെയ്യണോ വേണ്ടയോ എന്നിങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വിഷമിച്ചിരുന്നു. മോനും ചെറുതാണ്, ഞങ്ങളിങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊരു വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടി, സമാധാനമായിട്ട് പോകുവിൻ, നിങ്ങളുടെ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. അപ്പോഴെനിക്ക് നല്ല ധൈര്യമായി. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ 6 മണിയുടെ ബസ്സിന് കട്ടപ്പനയ്ക്ക് പോയി. കട്ടപ്പനയാണ് നാട്, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം വചനത്തിലൂടെ നേരിട്ട് സംസാരിക്കുമെന്ന്. പിന്നെ മറ്റൊരിക്കൽ ഒരു ദിവസം ഞങ്ങൾ ഒരു 4-5 വർഷം മുമ്പാണ് ഇവിടെ പ്രേയറിന് ശേഷം ജപമാലയൊക്കെ ചൊല്ലിയതിന് ശേഷം നല്ല ചൂടുകാലമായിരുന്നു. ചൂടുകാലത്ത് ജപമാലയ്ക്ക് ശേഷം ഞാനിങ്ങനെ പറഞ്ഞു, ദൈവമേ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ, നീ ദൈവമാണല്ലോ, നീ എല്ലാം അറിയുന്ന ആളാണല്ലോ, ഒരു മഴ പെയ്തായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡും മക്കളൊക്കെ ചിരിച്ചു. പക്ഷെ ഞാനെന്നാലും ഈശോയോട് പറഞ്ഞു, ഈശോയെ നീ ഉണ്ടെന്ന് അറിയാനായിട്ട്, നീ ഉണ്ടല്ലോ, 1 മണിക്കൂർ മഴ പെയ്യിക്കണമെന്ന് പറഞ്ഞു. കുരിശ് വരച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങി. കൃത്യം 1 മണിക്കൂറോളം ശക്തമായ മഴ. അപ്പം ഞാനോർത്ത് പാവികളായ നമ്മൾ പ്രാർത്ഥിച്ചാലും ദൈവം നമ്മളെല്ലാം കേൾക്കുന്നല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇങ്ങനെ വചനത്തിലൂടെ അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും പാവിനിയാണ് അല്ലെങ്കിൽ പാവിയാണ് എന്നൊരു ബോധം എപ്പോഴും ഉണ്ട്. ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്നതാണോ ചെയ്യുന്നത് എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വരാറുമുണ്ട്. ബലഹീനയാണെന്ന് എനിക്കറിയാം, ധാരാളം പേടിയുള്ള ആളാണ്, എല്ലാം ഉണ്ട്. എങ്കിലും ഓരോ നിമിഷവും ഈശോ എന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് വ്യക്തമായ അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് സ്കൂളിലായാലും എല്ലാം. ഞാനത് കുഞ്ഞുങ്ങളോട് ഇതൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈശോ ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന് വചനത്തിലൂടെ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ടീച്ചറിൻ്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഹസ്ബൻഡ് ബെന്നിച്ചൻ മലയാള മനോരമയിലെ സർക്കുലേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു, കൊല്ലത്താണ്. മോന് HDFC ബാങ്കിൽ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. മോള് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നു. ഇവരുടെ പേര്? മോൻ്റെ പേര് ടോംസ്, മോള് അമല മരിയ ആണ് കുടുംബം. ടീച്ചറിൻ്റെ അടുത്ത പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാതാവിൻ്റെ ഒരു പാട്ടാണ്, അത് ഉടനെ തന്നെ റിലീസാകും. അതിന് ശേഷം കാത്തുക്കുട്ടി കേദാർനാഥിനെയൊക്കെ വെച്ച് പുതിയൊരു പാട്ട് ഇപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 1-2 ആഴ്ചക്കകത്ത് റിലീസാകുന്നതാണ്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമകളെല്ലാം പിള്ളേരെ വഴിതെറ്റിക്കുന്നതാണ്. ഭയങ്കരമായിട്ടുള്ള കുടിയും വലിയും അല്ലെങ്കിൽ കൊലപാതകങ്ങളൊക്കെ അടുത്തിടെ ഇറങ്ങിയ സിനിമകളെല്ലാം അങ്ങനെയാണ്. അപ്പം കുഞ്ഞുങ്ങളെ ഒരുപാട് സ്കൂളിലൊക്കെ ആയാലും കുഞ്ഞുങ്ങൾ പറയുമ്പോൾ അവർ ഇന്ന സിനിമ കണ്ടോ ടീച്ചറെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും അത് കാണരുത്, നിങ്ങളുടെ ഏജിൽ അത് നിങ്ങളെ വഴി തെറ്റിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അവർ പറയും നല്ല രസമോ, കുടലുമാലയൊക്കെയാണ് വെളിയിൽ എടുത്തിടുന്നതെന്നൊക്കെ പറയും. ഞാൻ പറയും കുഞ്ഞുങ്ങളെ അങ്ങനെയല്ല. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കും, നല്ല മോറൽ വാല്യൂസ് കൊടുക്കുന്ന കുടുംബകഥകൾ തിരിച്ചു കൊണ്ടുവരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കാറുണ്ട്, ദൈവം എനിക്കതിനൊരു അവസരം, ഒന്ന് എഴുതാനുള്ള അവസരം, ഒരു നല്ല തിരക്കഥയൊക്കെ എഴുതി ആരെങ്കിലും ഒന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഓർക്കാറുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ തന്നെ ചെയ്യണമെന്നില്ല, ആരെങ്കിലുമൊക്കെ നല്ല നല്ല സിനിമകൾ, പഴയ കാലത്തെ പോലെ നല്ല സിനിമകളൊക്കെ. കാരണം സിനിമകൾ കുട്ടികളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സ്കൂളുകളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കുഞ്ഞുങ്ങൾ ഒരുപാട് വഴിതെറ്റിപ്പോവാണ്. മൊബൈലിൻ്റെ സ്വാധീനം കൂടാതെ സിനിമകൾ അവരെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. അവരാ ഡയലോഗുകൾ, വേഷം, ഇതെല്ലാം. അപ്പം
എപ്പോഴും ദൈവത്തോടൊരു പ്രാർത്ഥനയുണ്ട്. ഇപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കണമെന്നില്ല, മറ്റാരെങ്കിലും ആണെങ്കിലും പഴയ ഒരു രീതിയിലേക്ക് നല്ല കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉള്ള ഫാമിലി ആയിട്ടുള്ള സിനിമകളൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ അപ്പോൾ അതിലേക്കൊക്കെ തിരിയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ദൈവം എന്തെങ്കിലുമൊക്കെ സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ക്ഷമിക്കുവാൻ കഴിയുന്നില്ല, ഒന്നും മറക്കുവാൻ കഴിയുന്നില്ല.
ടീച്ചറിൻ്റെ കലാസാഹിത്യ പ്രവർത്തനങ്ങളെയും ആത്മീയ ശുശ്രൂഷകളെയും ഒക്കെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മുടെ പ്രേക്ഷകരോടൊന്ന് ആ സന്തോഷം പങ്കുവയ്ക്കാമോ? ടീച്ചർ എന്ന് പറഞ്ഞാൽ ഈ പണ്ട് മുതലേ ഞാൻ വിവാഹത്തിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു ഇങ്ങനെ ചില കലാപരമായ കഴിവും ഇങ്ങനെ എഴുത്തും ഒക്കെ ഉണ്ടെന്നാണ് നമുക്കറിയാമായിരുന്നു. അപ്പോൾ ഈ ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞ് കാണുന്നത് വെച്ചാൽ രാത്രിയുടെ ഏതോ ഒക്കെ യാമങ്ങളിൽ എണീറ്റിരുന്ന് പേപ്പറിൽ എഴുതും. അത് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഒരു വേസ്റ്റ് ബക്കറ്റിൽ കാണും. എന്താ എഴുതിയേ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നി എഴുതി. ഞാൻ പിന്നെ ഡയറി വാങ്ങിച്ചു കൊടുത്തു, ഇതിൽ എഴുതി വെക്കാൻ പറഞ്ഞു കൃത്യമായിട്ട്. പലപ്പോഴും ഡയറിയിൽ എഴുതാറില്ല, ഒരു കഷ്ണം പേപ്പറിലായിരിക്കും കൂടുതലും കുത്തിക്കുറിക്കുന്നത്. ഇപ്പോൾ 2025 ഞാൻ ഡയറി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അതിലേലും എഴുതണമെന്നും പറഞ്ഞു. വലിയൊരു ഇതിനൊരു പാഷനുണ്ട്, ഒരു വല്ലാത്തൊരു പാഷനാണ്. എനിക്ക് തോന്നുന്നു ഒരു പാട്ട് എഴുതാനൊന്നും വലിയ അധികം സമയം വേണ്ട. ഒരു ത്രെഡ് മനസ്സിൽ കയറി കഴിഞ്ഞാൽ അതിനെ പേപ്പറിലേക്ക് പകർത്താൻ ഒരു 10 മിനിറ്റ് മതി. ഒരു വലിയ കഴിവാണ് അത്. നമ്മളൊക്കെ കുത്തിപ്പിടിച്ചിരുന്നാൽ പോലും ഒരു സാധനം എഴുതണമെങ്കിൽ ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. അപ്പോൾ ആ ദൈവാനുഗ്രഹം ഉള്ള ആ അനുഗ്രഹത്തിനെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് വീട്ടിലാണേലും പൊതുമേഖലയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും എവിടെയാണേലും അതിനെ ബേസ് ചെയ്താണ്. അപ്പോൾ അവരുടെ മൊബൈലിൻ്റെ സ്ക്രീൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ പടം ഇട്ടേക്കുന്നത്. ഞാൻ ചോദിക്കും ഭർത്താവിൻ്റെ പടം എന്താണ് ഇടാത്തതെന്ന് ചോദിക്കും. അന്നേരം പറയുന്നത് എനിക്ക് ഫസ്റ്റ് കർത്താവാണ്, ആ കർത്താവാണ് എനിക്ക് ഭർത്താവിന് തന്നെ. അതുകൊണ്ട് 1ാം സ്ഥാനം കർത്താവിനും 2ാം സ്ഥാനം ഭർത്താവിനും. അതാണ് ബീനയുടെ പോളിസി. അത് നല്ല കാര്യമാണ്. എനിക്കും അതിൻ്റെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം ദൈവത്തിൽ അത്രമാത്രം ആഴത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് പലപ്പോഴും നമ്മളെ പോലുള്ളവർക്കൊക്കെ പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കും. പക്ഷേ ഇവളെ സംബന്ധിച്ച് അങ്ങനെ വിട്ടുമാറുന്നില്ല. നമ്മൾ തള്ളി പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് മാറി നിന്നാലും അവൾ ഒരിക്കലും മാറി നിൽക്കത്തില്ല. അവൾ വളരെ സ്ട്രോങ്ലി ദൈവത്തിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെ ദൈവത്തിൻ്റെ കൂടെ നിന്ന് സംസാരിക്കും. അതൊരു വലിയ ഭാഗ്യമാണ് നമുക്ക്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ അതൊരു വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ഒരു ആളുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു വലിയ സ്ട്രെങ്താണ്. അതുപോലെ തന്നെയാണ് മറ്റ് പൊതുസമൂഹത്തിലാണെങ്കിലും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സാഹിത്യം അവിടെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അപ്പം നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. മരിക്കുന്ന ആ ആഴ്ച വരെ കണ്ണാടിയില്ലാതെ വായിക്കുന്ന ഒരാളാണ്. പുള്ളിക്കൊരു പത്രം ഉണ്ടായിരുന്നു, ഹൈ റേഞ്ചിലെ ഹിൽദേശ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു ബീനയുടെ ഫാദർ മാത്യു മുത്തോലി എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പാരമ്പര്യം, അത്ര ഒരു ട്രഡീഷൻ തുടർന്ന് വന്ന ആളാണ്. അപ്പോൾ അവിടെ പിന്നെ നേരത്തെ ബീന പറഞ്ഞ പോലെ തന്നെ ബീനയുടെ ചേച്ചി സിസ്റ്റർ ആനി മാത്യൂസ് ആണ് ഇവിടെ ഏറ്റവും വലിയൊരു മെൻറ്റർ. അപ്പോൾ അങ്ങനെ ഇവരുടെ എല്ലാവരും കൈപിടിച്ച് വന്നു. നമ്മൾ പിന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, കൊണ്ടുപോകുന്നു. കാരണം ഒരാളുടെ പാഷൻ ഇതാണെങ്കിൽ അതിനെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ദൗത്യം. അപ്പോൾ അതിനെ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും വലിയ കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് പോകുന്നതിൻ്റെ ഏക കാരണം ബീന തന്നെയാണ്. കാരണം പ്രാർത്ഥിക്കുന്ന ഒരമ്മ വീടിൻ്റെ ഐശ്വര്യമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് ആണ് ബീനയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം. ടീച്ചറിന് മാതാപിതാക്കളിൽ നിന്നും കിട്ടിയ ആത്മീയ മൂല്യങ്ങളെ ഇന്നും തുടർന്നുകൊണ്ട് പോവുകയും അത് കുടുംബാംഗങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ ഓരോ ദിവസം അവർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്, ഇത്രയും നല്ലൊരു ജീവിതം ഒരുക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. നന്ദി. നാം ഈ സമയം ഇത്രയും ബീന ടീച്ചറിനെ ശ്രവിക്കുകയായിരുന്നു. ടീച്ചറിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത കഴിവുകളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി ഉപയോഗിക്കുന്നതും ദൈവത്തിൽ കൂടുതൽ വളരാൻ ആഗ്രഹിക്കുന്നതും നാം ഈ പ്രോഗ്രാമിലൂടെ കണ്ടു കഴിഞ്ഞു. ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.